ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് മൂന്നാർക്കൊരു ട്രിപ്പ് പോവാട്ടോ. തികച്ചും അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. തലേ ദിവസം ചേട്ടായി പറഞ്ഞു നമുക്കൊന്ന് 2 വീലറിന് മൂന്നാർ വരെ പോയി വന്നാലോ എന്ന്. ട്രിപ്പൊക്കെ പോകാൻ ഓക്കെ ആയിരുന്നെങ്കിലും കൊച്ചിനെയും കൊണ്ട് ഇത്രയും ദൂരം പോകാവുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ പോയി നോക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സെല്ലാം തലേന്ന് പാക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇറങ്ങിട്ടോ. അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 9 മണിയായിട്ടോ. പിന്നെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നപ്പോൾ ഒരു കടയിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. 2 മസാല ദോശ ആയിട്ട് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. ചേട്ടായും കൊച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കൊച്ചു കുറച്ച് മസാല ദോശയൊക്കെ കഴിച്ചു. അത് അവൾ ബാക്കി വെച്ചു. അങ്ങനെ അതിന്റെ ബാക്കി ഞാനും കൂടി കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പോകുന്ന വഴിയൊക്കെ നല്ലൊരു പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഇങ്ങനെയുള്ള വഴി കൂടെ ഒക്കെ പോവാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇടുക്കി വഴിയാട്ടോ പോയത്. ഇടുക്കി വഴി ഞാൻ ഇതുവരെ മൂന്നാർ പോയിട്ടില്ല. പലതവണ പോയിട്ടുണ്ടെങ്കിലും ഈ വഴി ആദ്യമായിട്ടാട്ടോ പോകുന്നത്. നല്ല അടിപൊളി വ്യൂവും ആയിരുന്നു, അതുപോലെ തന്നെ നല്ല റോഡും ആയിരുന്നു കേട്ടോ പോവാനായിട്ട്. പക്ഷെ കുറേ ദൂരം ഇങ്ങനെ ഇരുന്നിരുന്ന് പോയതുകൊണ്ട് തന്നെ കാലൊക്കെ മരവിച്ചൊരു പരിവായി. വഴിയിലൂടെ പോവാനായിട്ട് നല്ല രസാട്ടോ. നല്ല നിശബ്ദതയും അതുപോലെ തന്നെ കുറെ കിളികളുടെ കുഞ്ഞു കുഞ്ഞു സൗണ്ടൊക്കെ കേട്ടിരുന്ന് ഇങ്ങനെ പോവാനായിട്ട് നല്ല രസാണ്. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്നൊന്ന് ഇറങ്ങിട്ടോ. അപ്പോഴാണ് ഒന്ന് സമാധാനമായത്. കാലൊക്കെ മരവിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ചേട്ടായുടെ അടുത്ത് പറഞ്ഞു ഇനി കുറച്ച് ദൂരം ഞാൻ വണ്ടി ഓടിച്ചോളാന്ന് പറഞ്ഞു. ഞങ്ങൾ ഹണിമൂണിന് പോയപ്പോൾ രണ്ടുപേരും മാറി മാറിയായിട്ട് വണ്ടി ഓടിച്ചു പോയത്. പക്ഷെ ഇപ്പൊ ഞാൻ കുറേ നാളായി ഞാൻ വണ്ടി ഓടിച്ചിട്ടും അതേപോലെ തന്നെ കൊച്ചുണ്ട് കൂടെ. അപ്പൊ അതിന്റെ ഒരു പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ചാട്ടോ ഞാൻ വണ്ടി ഓടിച്ചത്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടായി പറഞ്ഞു വണ്ടി തിരിച്ചു തന്നിട്ട് നീ പേടിച്ച് വണ്ടി ഓടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി തിരികെ കൊടുത്തുട്ടോ. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണേന്ന് വിചാരിച്ചു. ഞങ്ങൾ അടിമാലി വഴി അല്ലാട്ടോ, ആനച്ചാല് വഴിയാണ് പോയത്. അതും ഒരു ഉൾവഴി കൂടെ ഒക്കെ കയറിയിട്ട് കുത്തനെയുള്ള കയറ്റവും അതേപോലെ തന്നെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ്. ഞാൻ ചേട്ടായിനെ മുറുകെ പിടിച്ചിരിക്കായിരുന്നു കേട്ടോ. ആ കുത്തനെയുള്ള കയറ്റത്തിൽ ശരിക്കും ഞാൻ പുറകോട്ട് ഊർന്നു വീഴുന്ന പോലെയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ആ സാഹസികത യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഉച്ചരിയോടുകൂടി മൂന്നാർ എത്തിട്ടോ. ഉച്ചയായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാർ ടൗണിൽ തന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഒരു ബിരിയാണിയും ഒരു ഊണും ഓർഡർ ചെയ്തു. എനിക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തത്. പക്ഷെ ബിരിയാണി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടാവില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഊണ് മതി. പക്ഷെ ഗൈസ് ബിരിയാണി ആയിരുന്നു നല്ലത്, ഊണ് കൊള്ളൂല്ലായിരുന്നു. പിന്നെ വിശപ്പുള്ളത് കൊണ്ട് കഴിച്ചു ഗൈസ്. ചിക്കൻ സാമ്പാറിന് മുക്കി കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചിക്കൻ സാമ്പാറിലൊക്കെ ഉണ്ട്. സാമ്പാറിൽ മുക്കണിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റൂം നോക്കാട്ടോ. മൂന്നാർ ടൗണിൽ തന്നെയാട്ടോ റൂം നോക്കിയത്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് റൂമുള്ളത് കണ്ടു. അങ്ങനെ അവിടെ ചെന്ന് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ റൂമിന്റെ റേറ്റ് ഒരു 5000+ ഒക്കെ അവർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ booking.com നോക്കിയപ്പോഴേക്കും അതിൽ റേറ്റ് കുറവ് കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് അവിടെ റൂം എടുത്തത്. നല്ല യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം നല്ലപോലെ റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൂം വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ ഞങ്ങളുടെ റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമായിരുന്നു. അപ്പൊ ഞങ്ങൾ റൂമിൽ കയറിയപ്പോൾ തന്നെ മോള് ഡോറൊക്കെ ലോക്ക് ചെയ്യായിരുന്നു കേട്ടോ. ഇനി വേണം അവൾക്ക് റൂമൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. റൂമിൽ കയറിയിട്ട് ഫുൾ എല്ലാവിടെയും കയറി ഇറങ്ങി ഫുൾ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ.
ഇവിടെ വന്ന് അവളുടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ കൊച്ചെല്ലാവരും ഷൂ ഒക്കെ എടുത്ത് വെക്കണ്ട. ഗുഡ് ഗേൾ. കൊച്ചിന് മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്തം ഇവിടെ. ഗുഡ് ഗേൾ. കുറച്ച് നേരം റൂമിൽ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മൂന്നാർ വ്യൂ പോയിന്റ് പോയിട്ടോ. അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുതിരേനെ കണ്ടിട്ട് അതിനെയൊക്കെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് കുതിരയുടെ മുകളിലൊക്കെ കയറി ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ മോള്. ഇവിടെ ചെന്നിട്ട് ഫോട്ടോ ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കാൻ പറഞ്ഞിട്ട് സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. വേണ്ടാന്ന് പറഞ്ഞ് പോവായിരുന്നു. വീട്ടിലാണെന്നുണ്ടെങ്കിൽ പല പോസൊക്കെ ചെയ്ത് നിന്ന് തരും കേട്ടോ. എവിടെയെങ്കിലും പോയ ഇതാ അവസ്ഥ. വൈകിട്ടായപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി. ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം കാണാൻ പോവാട്ടോ. ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് മാട്ടുപ്പെട്ടി ഡാമിൽ എത്തിയപ്പോഴാട്ടോ ആ സത്യാവസ്ഥ ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളുടെ റൂമിന്റെ കീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ മൂന്നാർ വ്യൂ പോയിന്റിലാണ് ഇറങ്ങിയത്. പിന്നെ ഇങ്ങോട്ടേക്കാ നേരെ വന്നത്. അപ്പൊ അവിടെ പോയിണ്ടാവും ചേട്ടായി പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നേരെ തിരിച്ച് അധികം നേരം ഒന്നും മാട്ടുപ്പെട്ടി ഡാമിൽ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. റൂം കീ തിരിച്ച് വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമിലേക്ക് വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് രാത്രി ആയപ്പോഴേക്കും ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ടൗണിലേക്കുള്ള സഞ്ചാരമാണ് സുഹൃത്തുക്കളെ. ഇവിടുത്തെ അമ്പൂർ ബിരിയാണി ഭയങ്കര ഫേമസ് ആന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് എൻ്റെ മനസ്സിലുണ്ടായെങ്കിലും വെറൈറ്റി ആയിട്ടൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ചിക്കൻ 65 അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ലതായിരുന്നു. അങ്ങനെ ചിക്കൻ 65 കൂടി മേടിച്ചു. അവൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് ബിസ്ക്കറ്റും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും കൂടിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ മൂന്നാർ ടൗണിലൂടെ രാത്രി കുറച്ച് നേരം നടന്നു കേട്ടോ. ടൗണിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു രാത്രിയിലും. പിന്നെ കുറച്ച് ദൂരം പോയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ റൂമിലെത്തി അമ്പൂർ ബിരിയാണി തുറന്നു നോക്കിട്ടോ. അത് കണ്ടപ്പോൾ തന്നെ രാത്രിയത്തെ ഫുഡിന്റെ കാര്യം തീരുമാനമായി എന്ന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടായില്ല കേട്ടോ. ചേട്ടായിക്കൊക്കെ ഇഷ്ടായി. കൊച്ചിന് കൊടുത്തപ്പോൾ അവൾക്കും ഇഷ്ടായില്ല. പിന്നെ ഞാൻ എങ്ങനെയോ വിശപ്പുള്ളത് കാരണം കൊണ്ട് കുറച്ച് കഴിച്ചു. കൊച്ചു കഴിക്കാത്ത കാരണം കൊണ്ട് ചേട്ടായി അവൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഫ്രൈഡ് റൈസ് മേടിച്ചുകൊണ്ട് വന്നു. ഫ്രൈഡ് റൈസ് നല്ലതായിരുന്നു, പക്ഷെ കുറച്ച് സ്പൈസി ആയതുകൊണ്ട് തന്നെ അവൾ അധികം ഒന്നും കഴിച്ചില്ല കേട്ടോ. ഇത് 2 വായ എന്തോ കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞു. ഏത് നേരം നോക്കിയാലും ഫോൺ എടുത്ത് വിളിയാണ് അവളുടെ പണി. എപ്പോഴാണ് അവൾ അവിടെ നിന്ന് ചീത്ത പറയണം. ഇതാണ് ഇവളുടെ ഇപ്പോഴത്തെ മെയിൻ പണി. ഏത് നേരം ഫോൺ എടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ബെഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പം കിടന്നുറങ്ങുന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ കാണാം. രാത്രി ആ ക്ഷീണം കൊണ്ട് കുറച്ച് നേരം ഉറങ്ങി. പക്ഷെ വെളുപ്പിനായപ്പോൾ ചൂടൊക്കെ എടുത്തിട്ട് മര്യാദക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. ചേട്ടായി ഒരു നല്ല ഇഡ്ഡലിക്കട കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള കടയാട്ടോ. ഇനി ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് നോക്കാം. അഭിപ്രായം പറയൂ. എനിക്കും ചേട്ടായിക്കും പൂരിയും കൊച്ചിന് ഒരു ഇടിയപ്പവും കടലക്കറിയായിട്ട് പറഞ്ഞു. പൂരി നല്ലതായിരുന്നു, പക്ഷെ കറി അത്ര പോരായിരുന്നു. ചേട്ടായിക്ക് നല്ല വിശപ്പിട്ടായിരുന്നു. ഇഡ്ഡലി സാമ്പാറും വാങ്ങിച്ചു. ഞങ്ങൾ മൂന്നാർ ടൗണിലൂടെ പോകുമ്പോൾ കുറെ മുല്ലപ്പൂക്കെ വിൽക്കാനായിട്ട്
ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കാതിരുന്നതുകൊണ്ട് തന്നെ എന്തോ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നി. ഇനി ഒരു ചായയും കൂടി കുടിച്ചാലാണ് ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നു. ഇനിയിപ്പോൾ നമുക്കെല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. കാരണം നമുക്ക് കുറച്ച് സ്ഥലം കൂടിയൊക്കെ പോകാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി റെഡി ആയിട്ട് കാണാം. അധികം വെയിലാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് സ്ഥലം കൂടി പോകാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം തന്നെ റെഡി ആയിട്ട് ഇറങ്ങി. മോൾ ഇന്നലെ വന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫായിട്ട് നല്ല കൂട്ടായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇറങ്ങാറായപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് ഇനിയും വരണമെന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് പറയായിരുന്നു. ഇവിടുത്തെ KSRTC ബസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളിപ്പോൾ പോകുന്നത് തേയിലത്തോട്ടം അന്വേഷിച്ചുള്ള പോക്കാട്ടോ. ഇവിടെ വരെ വന്നിട്ട് തേയിലത്തോട്ടത്തിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ. ഞങ്ങളിപ്പോൾ മറയൂർക്കാട്ടോ പോകുന്നത്. മറയൂര് നല്ല തണുപ്പായിരുന്നു. മൂന്നാർ ടൗണിലൊന്നും ഒട്ടും തണുപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴി നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പായിരുന്നു. മറയൂരേക്ക് പോകുന്ന വഴി എന്തൊരു അടിപൊളി വ്യൂ ആണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു സീനറി കണ്ട പോലെയൊക്കെ തോന്നും കേട്ടോ. തണുപ്പ് കൂടി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് തിരികെ പോന്നു കേട്ടോ. വണ്ടിയിൽ പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും കൊച്ചും കൂടി പാട്ട് പാടി എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ വിചാരിച്ചത് കൊച്ചിനെ കൊണ്ട് എങ്ങനെ പോകും എന്നുള്ളതായിരുന്നു. പക്ഷെ അവൾ നല്ല കൊച്ചായിട്ടിരുന്നു കേട്ടോ. നല്ല അടങ്ങി ഒതുങ്ങി ഒരു കുഴപ്പമില്ലാണ്ടിരുന്നത്. എത്ര ദൂരം വേണമെങ്കിൽ ഇനിയും പൊക്കോ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അവള്. 2 വീലർ ആവുമ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ നിർത്തി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പതിയെ പോവാലോ. അതോർത്തിട്ടാണ് 2 വീലർ എടുക്കാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ കാറിന് പോവുള്ളായിരുന്നു. ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കാറിന് പോയിരുന്നു. പക്ഷെ പോയെങ്കിലും കൊച്ചു ചെറുതായ കാരണം കൊണ്ട് അവള് ബഹളമൊക്കെ വെച്ച് ആകെ കൊളായിട്ടൊരു ട്രിപ്പായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ അത് ഇത്തവണ നികത്തി. ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു. പിന്നെ ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഒരു കോളേജ് ബസ് കണ്ടു കേട്ടോ. കോളേജ് ബസ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തിലേക്കൊക്കെ പോയി. കോളേജിൽ നിന്ന് ടൂർ പോയതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ കാലഘട്ടമൊന്നും ഇനി തിരികെ കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി റിപ്പിൾസിന്റെ ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് യൂക്കാലിയും കുറച്ച് ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ തിരികെ വന്നത് അടിമാലി വഴിയാ. അവിടെ മൊത്തം റോഡ് പണി നടക്കുന്നതായതുകൊണ്ട് നല്ല രീതിയിൽ പൊടിയായിരുന്നു കേട്ടോ. കാറിലൊക്കെ പോകുന്നവർക്ക് സുഖമായിരിക്കും. പക്ഷെ 2 വീലറിന് പോകുന്നവർക്ക് പൊടി അടിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. എൻ്റെ മുടിയിലും കൊച്ചിൻ്റെ മുടിയിലൊക്കെ പൊടി അടിച്ചിട്ട് ഒരു വഴി. പിന്നെ കൊച്ചിന് തൊപ്പിയൊക്കെ വെച്ചിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഉച്ചയായപ്പോഴേക്കും നല്ല ചൂടും നല്ല ദാഹവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കടയിൽ കയറി 2 ഇളനീരും അതുപോലെ തന്നെ ഒരു നാരങ്ങ വെള്ളവും വാങ്ങിച്ചിട്ടു. കൊച്ചിന് ഇളനീര് ഇഷ്ടമല്ല. എനിക്ക് ചേട്ടായിക്ക് ഇളനീര് വാങ്ങി, കൊച്ചിന് നാരങ്ങ വെള്ളം വാങ്ങിട്ടോ. അങ്ങനെ വെള്ളം കുടിച്ച എനർജിയിൽ ഞങ്ങൾ ഒരു 2:30 ആയപ്പോഴേക്കും അടിമാലി എത്തി. ഒരു ബിരിയാണിയും ഒരു ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിശപ്പുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ വിശന്നു തുടങ്ങി ഫുഡ് കഴിച്ച് പകുതിയായപ്പോഴാണ് വീഡിയോ എടുത്തില്ലോ എന്ന് ഓർത്തത്. ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴേക്കും ഇച്ചിരി ഉഷാറൊക്കെ ആയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചീയപ്പാറ എത്തിയപ്പോഴേക്കും ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അധികം സ്ഥലങ്ങളിലൊന്നും പോയില്ലെങ്കിലും ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.